ഹായ് ഗൈസ്, നമുക്കിതൊരു അടിപൊളി കേരള ചായ, ഒരു അടിച്ച ചായ ഉണ്ടാക്കിയാലോ? ഓക്കെ. ഇത് 3% പാലായതുകൊണ്ട് നമുക്ക് കുറച്ച് പാൽ മതിയാവും. ഓക്കെ ഓക്കെ, വെള്ളം ചേർക്കാം. ഹലോ ഗൈസ്, ചായ ഉണ്ടാക്കുമ്പോൾ നല്ല തേയില, നമ്മുടെ നാട്ടിൽ കണ്ണൻദേവൻ്റെ ഒരു തേയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു സ്പെഷ്യൽ ഏലക്കയാണ്. നമ്മുടെ ചായക്കകത്തോട്ട് 2 ഏലക്ക ഇങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് ഇടാം. ഇത് ഞാൻ പ്ലാസ്റ്റിക് മണ്ടൊക്കെ വെക്കുന്നത് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഒരുപാട് സെക്കി പോകാതിരിക്കാൻ വേണ്ട കേട്ടോ. പാല് തിളച്ചു ഗൈസ്. പാല് തിളയ്ക്കുന്നതിന് പ്രത്യേക മണമാണ് കേട്ടോ. അതിങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഈ ഒഴിച്ചിട്ട് ഇനി അതിൻ്റെ ഹൈലൈറ്റ് ചായയുടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ അടിക്കണം. അടിച്ച ചായ അല്ലെങ്കിൽ ഒരു വാട്ടിയായിട്ടും അടിച്ച ചായ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകം ഇല്ല. കുറച്ചുകൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന നേരം നോക്കിയാൽ ഇത് പറ്റിയിരിക്കുന്നത് ആരും കണ്ടില്ലേ? അപ്പോൾ ചായ